ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. എൻക്ലിക് സാറിന്റെ ഇന്നത്തെ വീഡിയോയിലും ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഇത് ഏത് ക്വസ്റ്റ്യൻ ടൈപ്പ് ആണെന്നും ഇതിനകത്തെ ടോപ്പിക് ഏതാണെന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സോ വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. The nurse has been advised that a client with tumor lysis syndrome has hyperkalemia. സോ ട്യൂമർ ലൈസിസ് സിൻഡ്രോം ഉള്ളൊരു ക്ലയൻറ്റിന് ഹൈപ്പർ കലീമിയ ഉണ്ട്. സോ ട്യൂമർ ലൈസിസ് സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്, ഡയഗ്നോസിസ് ആണ്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഈ ട്യൂമർ ലൈസിസ് സിൻഡ്രോം ഉള്ളൊരു പേഷ്യൻറ്റിൻ്റെ സിംറ്റമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷനായിട്ടോ നമുക്ക് ഹൈപ്പർ കലീമിയനെ എടുക്കാം. സോ ഈ ക്വസ്റ്റ്യനിൽ അസസ് ചെയ്യുന്നത് ഈ ഹൈപ്പർ കലീമിയയ്ക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. സോ ഇറ്റ് വുഡ് ബി എ പ്രയോറിറ്റി ഫോർ ദ നേഴ്സ് ടു. സോ പ്രയോറിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കുക. എല്ലാം ചെയ്യേണ്ടതായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിരിക്കാം. പക്ഷേ ഇവിടെ പ്രയോറിറ്റി ആണ് നോക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ എങ്ങനെയാണ് തിങ്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ചില സിറ്റുവേഷനിൽ നമുക്ക് ഹൈപ്പർ കലീമിയ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ആ ഹൈപ്പർ കലീമിയ എന്താണെന്ന് അറിയാമെങ്കിൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ട്യൂമർ ലൈസിസ് സിൻഡ്രോം അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഹൈപ്പർ കലീമിയയ്ക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കുറച്ചുകൂടി ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ട്യൂമർ ലൈസിസ് സിൻഡ്രോം എന്താണെന്ന് ഞാൻ പറയാം. ട്യൂമർ ലൈസിസ് സിൻഡ്രോം എന്ന് പറയുന്നത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ കോംപ്ലിക്കേഷനാണ്. ഓക്കെ, സോ ട്യൂമർ ലൈസിസ് സിൻഡ്രോത്തിൽ നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പം ക്യാൻസർ സെല്ലിന് ഡെത്ത് സംഭവിക്കും അല്ലേ. സോ ഈ ഡെത്ത് സംഭവിക്കുന്ന ക്യാൻസർ സെൽസ് കൂടുതലും ബ്ലഡ് സ്ട്രീമിലോട്ട് പോവുകയും ബ്ലഡ് സ്ട്രീമിൽ ടോക്സിക് സബ്സ്റ്റൻസസിൻ്റെ എമൗണ്ട് കൂടുകയുമാണ് ചെയ്യുന്നത്. സോ ക്യാൻസർ സെൽസിന് ഡെത്ത് സംഭവിക്കുമ്പോൾ ഈ ക്യാൻസർ സെൽസ്, ഡൈയിങ് ആയിട്ടുള്ള ക്യാൻസർ സെൽസ് ബ്ലഡ് സ്ട്രീമിൽ എൻ്റർ ആകും. ഓക്കെ, വിത്ത് ടോക്സിക് സബ്സ്റ്റൻസസ്. ഓക്കെ, അതുവഴി യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുന്നു, പൊട്ടാഷ്യത്തിൻ്റെ ലെവൽ കൂടുന്നു, ഫോസ്ഫേറ്റിൻ്റെ ലെവൽ കൂടുന്നു. ഇതൊക്കെയാണ് ട്യൂമർ ലൈസിസ് സിൻഡ്രോമിൽ സംഭവിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുതലായിട്ട്, അതായത് ഹൈപ്പർ കലീമിയ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ട്യൂമർ ലൈസിസ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ കോംപ്ലിക്കേഷൻ ആണെന്നും ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കാരണം ക്യാൻസർ സെൽസിന് ഡെത്ത് സംഭവിക്കുമ്പോൾ ഈ ഡെത്ത് സംഭവിക്കുന്ന സെൽസ് ബ്ലഡ് സ്ട്രീമിൽ എൻ്റർ ആകുന്നത് കൊണ്ടാണ് ഹൈപ്പർ കലീമിയ ഉണ്ടാകുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഹൈപ്പർ കലീമിയ ഉണ്ടാകുന്നതെന്നും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇത്ര അറിയാമെങ്കിൽ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റും. അതായത് ഈ ഹൈപ്പർ കലീമിയ എന്തുകൊണ്ടാണ് ഈ പേഷ്യൻറ്റിന് ഉണ്ടായിരിക്കുന്നത് എന്ന് തിങ്ക് ചെയ്യുക, അതിനെ ബേസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക. ഹൈപ്പർ കലീമിയ എന്ന് പറയുന്നത് പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുതലാണ് അല്ലേ. അഡ്മിനിസ്റ്റർ IV പൊട്ടാഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം പൊട്ടാഷ്യം വീണ്ടും ആഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അല്ലേ ബ്ലഡിലോട്ട്. സോ ഹൈപ്പർ കലീമിയ മാത്രം വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ, ട്യൂമർ ലൈസിസ് സിൻഡ്രോം അറിയില്ലെങ്കിൽ പോലും. ഓക്കെ, അടുത്തത് ഇനീഷ്യേറ്റ് കണ്ടിന്യൂസ് കാർഡിയാക് മോണിറ്ററിംഗ്. സോ ഹൈപ്പർ കലീമിയ എന്നൊരു കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്കറിയാം ഇവിടെ ഹൈപ്പർ കലീമിയയിൽ പൊട്ടാഷ്യത്തിൻ്റെ ലെവൽ ബ്ലഡിൽ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എബവ് 5 to 5.5 mmol/L കൂടുകയാണ് ചെയ്യുന്നത്. ഹൈപ്പർ കലീമിയ കാരണം ചെസ്റ്റ് പെയിൻ ഉണ്ടാകാം, ഹാർട്ട് ബീറ്റ് ഇറഗുലർ ആകാം, ഓക്കെ, ലൈഫ് ത്രെറ്റനിങ് ഹാർട്ട് അരിത്മിയ ഉണ്ടാകാം. സോ ഹൈപ്പർ കലീമിയ എന്നത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് കൊണ്ട് കണ്ടിന്യൂസ് കാർഡിയാക് മോണിറ്ററിങ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹൈപ്പർ കലീമിയ കൊണ്ട് ഹാർട്ട് അരിത്മിയ, അതുപോലെ തന്നെ ഇറഗുലർ ഹാർട്ട് ബീറ്റ്, ചെസ്റ്റ് പെയിൻ ഇതൊക്കെ ഉണ്ടാകാം. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഹൈപ്പർ കലീമിയയ്ക്ക് ചെയ്യേണ്ട ഒരു ഇൻ്റർവെൻഷനാണ് കാർഡിയാക് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാർഡിയാക് മോണിറ്ററിംഗ് ആൻസർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് അഗൈൻ ട്യൂമർ ലൈസിസ് സിൻഡ്രോം അറിയണം എന്നില്ല. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നില്ല. ഓക്കെ, പ്രിപ്പയർ ദ ക്ലയൻറ്റ് ഫോർ ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ് നമ്മൾ ചെയ്യുന്നത് ഹൈപ്പർ കലീമിയയ്ക്ക്, അതായത് സിവിയർ ആയിട്ടുള്ള ഹൈപ്പർ കലീമിയയ്ക്ക് നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷേ സിവിയർ ആയിട്ടുള്ള ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻ അത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയുടെ ഫലമായിട്ടോ അല്ലെങ്കിൽ എൻ സ്റ്റേജ് കിഡ്നി ഡിസീസ് കൊണ്ടോ സിവിയർ ഹൈപ്പർ കലീമിയ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഹീമോഡയാലിസിസ് ചെയ്യുന്നത്. അതായത് കിഡ്നി ഇഞ്ചുറിയോ കിഡ്നി ഫെയിലിയറോ ഉണ്ടാകുമ്പോൾ ഹൈപ്പർ കലീമിയ ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യുന്നത്. സോ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹീമോഡയാലിസിസ് നമ്മൾ ട്യൂമർ ലൈസിസ് സിൻഡ്രോമിൽ ചെയ്യാറുണ്ട്. അതായത് എസ്പെഷ്യലി ഈ സിവിയർ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ് ലൈക്ക് പെർസിസ്റ്റൻ്റ് ആയിട്ട് ഹൈപ്പർ കലീമിയ ഉണ്ടാകുമ്പോഴോ ഹൈപ്പർ ഫോസ്ഫറ്റീമിയ ഉണ്ടാകുമ്പോഴോ ഫ്ലൂയിഡ് ഓവർലോഡ് ഉണ്ടാകുമ്പോഴോ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ബേസിക് ട്രീറ്റ്മെൻറ്റ് ഇനഫ് അല്ലെങ്കിൽ മാത്രമാണ്. ഓക്കെ, ഇവിടെ ട്യൂമർ ലൈസിസ് സിൻഡ്രോം കൊണ്ട് ഹൈപ്പർ കലീമിയ ആണ് പേഷ്യൻ്റ് ഉണ്ടായിരിക്കുന്നത്. സോ പ്രയോറിറ്റി ആയിട്ട് ചെയ്യേണ്ടത് ഹീമോഡയാലിസിസ് അല്ല, പ്രയോറിറ്റി ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് കാർഡിയാക് മോണിറ്ററിംഗ് എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് കൂടിയാണ്
തേർഡ് ഓപ്ഷൻ ഇവിടെ വരാത്തത്. സോ ട്യൂമർ ലൈസിസ് സിൻഡ്രോം എന്താണെന്നൊരു ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനായിട്ട് പറ്റും. സോ പലരും ഈ ട്യൂമർ ലൈസിസ് സിൻഡ്രോം എന്താണ്, അതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണ്, സിംറ്റം എന്താണെന്ന് ഇങ്ങനെ ഒരുപാട് ആലോചിച്ച് സമയം കളയും. പക്ഷേ നമുക്ക് എങ്ങനെ തിങ്ക് ചെയ്യണം എന്ന് അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, ഈവൻ ആ കണ്ടീഷൻ അറിയാമെങ്കിലും ഇല്ലെങ്കിലും. ഓക്കെ, നൗ ട്യൂമർ ലൈസിസ് സിൻഡ്രോം കൊണ്ടുള്ള ഹൈപ്പർ കലീമിയ ആയതുകൊണ്ട് ഹീമോഡയാലിസിസിൻ്റെ ആവശ്യം ഇവിടെയില്ല. നൗ ക്ലയൻറ്റിൻ്റെ സെറം ഗ്ലൂക്കോസ് ലെവൽ എപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ഹൈപ്പർ ഗ്ലൈസീമിയോ അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയോ ഒക്കെ ഉള്ളപ്പോഴാണ്. അപ്പോൾ ഈ കണ്ടീഷനും അതുമായിട്ട് ഇവിടെ ബന്ധമില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ 4th വണ്ണും ഇവിടെ പ്രയോറിറ്റിയിൽ വരുന്നൊരു കാര്യമല്ല. ഓക്കെ, സോ ഇവിടെ പ്രയോറിറ്റിയിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് കാർഡിയാക് മോണിറ്ററിംഗ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളതല്ല, എങ്ങനെയാണ് നമ്മൾ തിങ്ക് ചെയ്തെന്നുള്ളതാണ്. സോ എങ്ങനെ തിങ്ക് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ, അല്ലെങ്കിൽ എങ്ങനെ തിങ്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് എൻക്ലെക്സിൽ. കാരണം ഇപ്പം നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റൻ ഒന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് ചിലപ്പോൾ എൻക്ലെക്സിൻ്റെ എക്സാമിന് റിയൽ എക്സാമിന് വരുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് ബൈഹാർട്ട് ചെയ്ത് പോകാൻ പറ്റില്ല. പലരും ബൈഹാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും, അതുകൊണ്ടാണ് പലപ്പോഴും ഒന്നിൽ കൂടുതൽ തവണ എഴുതിയിട്ടും പാസ്സാവാത്തത്. ഓക്കെ, സോ എങ്ങനെ തിങ്ക് ചെയ്യണം, എങ്ങനെ ഈ ഡയഗ്നോസിസും സിംറ്റവും ഇൻ്റർവെൻഷനും തമ്മിൽ കണക്ട് ചെയ്യണം എന്നുള്ളൊരു നോളജ് ആവശ്യമാണ്. അത് ഓരോ ക്വസ്റ്റ്യനും അതിൽ മാറ്റം വരും. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ആൻസർ സെക്കൻഡ് വൺ ആണ്. സോ ക്രിട്ടിക്കലി പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്ത് വളരെ തിയറീസ്, വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള തിയറീസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് നിങ്ങൾക്ക് എൻക്ലെക്സിന് പോകണം, അല്ലെങ്കിൽ എൻക്ലെക്സിന് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.